സംഖ്യ അധ്യായം 22. ഇസ്രായേൽ യാത്ര തുടർന്ന് മോവാബ് സമതലത്തിൽ ജോർദാൻ അക്കരെ ജെറീക്കോയുടെ എതിർവശത്ത് പാളയമടിച്ചു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതെല്ലാം സിപ്പോറിന്റെ മകൻ ബാലാക്ക് കണ്ടു. സംഖ്യാബലത്തിൽ മികച്ചതെന്ന ഇസ്രായേലിനെ മോവാബ് ഭയപ്പെട്ടു. അവരെ പ്രതി അവൻ ഭയചകിതനായി. മോവാബ് മിദിയാനിലെ പ്രമാണികളോട് പറഞ്ഞു, കാള വയലിലെ പുല്ല് തിന്നുന്നത് പോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും. സിപ്പോറിന്റെ മകൻ ബാലാക്കായിരുന്നു അക്കാലത്ത് മോവാബ്യരുടെ രാജാവ്. അവൻ അമാവിന്റെ ദേശത്ത് യൂഫ്രട്ടീസ് തീരത്തുള്ള പെത്തോറിലേക്ക് ദൂതനെ അയച്ച് ബയോറിന്റെ മകൻ ബാലാമിനോട് പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരായി പാളയമടിച്ചിരിക്കുകയാണ്. അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക. എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കുവാൻ എനിക്ക് സാധിച്ചേക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു എന്ന് എനിക്കറിയാം. മോവാബിലെയും മിദിയാനിലെയും പ്രമാണികൾ പ്രശ്നദക്ഷിണയുമായി യാത്ര തിരിച്ചു. അവർ ബാലാക്കിന്റെ സന്ദേശം ബാലാമിനെ അറിയിച്ചു. ബാലാം അവരോട് പറഞ്ഞു, ഈ രാത്രി ഇവിടെ താമസിക്കുക. കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അങ്ങനെ മോവാബിലെ പ്രഭുക്കന്മാർ ബാലാമിനോടുകൂടെ താമസിച്ചു. ദൈവം ബാലാമിന് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിന്റെ കൂടെയുള്ള ഈ മനുഷ്യർ ആരാണ്? ബാലാം ദൈവത്തോട് പറഞ്ഞു, മോവാബ് രാജാവായ സിപ്പോറിന്റെ മകൻ ബാലാക്ക് അയച്ചവരാണ് ഇവർ. അവർ പറയുന്നു, ഈജിപ്തിൽ നിന്നൊരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. എങ്കിൽ യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. ദൈവം ബാലാമിനോട് അരുളി ചെയ്തു, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്. എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. ബാലാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു. മോവാബ് പ്രഭുക്കന്മാർ തിരിച്ച് എന്ന് കൂടെ പോരുവാൻ ബാലാം വിസമ്മതിക്കുന്നു എന്ന് ബാലാക്കിനെ അറിയിച്ചു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ ബഹുമാന്യരായ കൂടുതൽ പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബാലാമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സിപ്പോറിന്റെ മകൻ ബാലാക്ക് അപേക്ഷിക്കുന്നു, ഒരു കാരണവശാലും എൻ്റെ അടുക്കൽ വരാതിരിക്കരുത്. ഞാൻ നിനക്ക് ബഹുമതികൾ നൽകാം. നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക. ബാലാക്കിന്റെ സേവകരോട് ബാലാം പറഞ്ഞു, ബാലാക്ക് തൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല. ഈ രാത്രി കൂടി നിങ്ങളിവിടെ താമസിക്കുവിൻ. കർത്താവ് കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്നറിയട്ടെ. രാത്രിയിൽ ദൈവം ബാലാമിനോട് പറഞ്ഞു, ആ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോവുക. എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ ചെയ്യാവൂ. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മോവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവിൻ്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിൻ്റെ കൂടെ 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി. വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ബാലാം അതിനെ അടിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി.
ബാലാമിന്റെ കാൽ മതിലിൽ ഉരഞ്ഞു. അവൻ കഴുതയെ വീണ്ടും അടിച്ചു. കർത്താവിന്റെ ദൂതൻ മുന്നോട്ടു പോയി ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു. ബാലാമിന്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമഴ്ന്നു വീണു. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, കഴുതയെ 3 പ്രാവശ്യം അടിച്ചതെന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ 3 പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞുപോയത്. അങ്ങനെ വഴിമാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ഇവരുടെ കൂടെ പോയിക്കൊള്ളുക. എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ. ബാലാക്കിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബാലാം പോയി. ബാലാം വരുന്നു എന്ന് കേട്ട് ബാലാക്ക് അവനെ എതിരേൽക്കാൻ രാജ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അതിർത്തിയിലുള്ള അർണോൺ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈർമോവാബ് വരെ ചെന്നു. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നിന്നെ വിളിക്കാൻ ഞാൻ ആളയച്ചില്ലേ? എന്താണ് വരാതിരുന്നത്? നിനക്കുചിതമായ ബഹുമതി നൽകാൻ എനിക്ക് കഴിവില്ലെന്നോ? ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇതാ ഞാൻ വന്നല്ലോ. എന്നാൽ സ്വന്തമായി എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിവുണ്ടോ? ദൈവം തോന്നിക്കുന്ന വചനമാണ് എനിക്ക് പറയാനുള്ളത്. ബാലാം ബാലാക്കുമൊത്ത് കിരിയാത്ത് ഹുസോത്തിൽ ചെന്നു. ബാലാക്ക് കാളകളെയും ആടുകളെയും ബലി കഴിച്ച് ബാലാമിനും കൂടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർക്കും അതിൽ നിന്ന് കൊടുത്തയച്ചു. പിറ്റേന്ന് ബാലാക്ക് ബാലാമിനെ ബാമോത് ബാൽ എന്ന പൂജാഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ ഇസ്രായേൽ പാളയത്തിന്റെ ഇങ്ങേയറ്റം കണ്ടു. Chapter 22. Then the Israelites moved on and encamped in the plains of Moab on the other side of the Jericho stretch of the Jordan. Now Balak, son of Zippor, saw all that Israel did to the Amorites. Indeed, Moab feared the Israelites greatly because of their numbers, and detested them. So Moab said to the elders of Midian, Soon this horde will devour all the country around us as an ox devours the grass of the field. And Balak, Zippor's son, who was king of Moab at that time, sent messengers to Balaam, son of Beor, at Pethor on the Euphrates in the land of the Amorites, summoning him with these words, The people has come here from Egypt, who now cover the face of the earth and are settling down opposite us. Please come and curse this people for us. They are stronger than we are. We may then be able to defeat them and drive them out of the country. For I know that whoever you bless is blessed, and whoever you curse is cursed. Then the elders of Moab and of Midian left with the divination fee in hand and went to Balaam. When they had given him Balak's message, he said to them in reply, Stay here overnight, and I will give you whatever answer the Lord gives me. So the princes of Moab lodged with Balaam. Then God came to Balaam and said, Who are these men visiting you? Balaam answered God, Balak, son of Zippor, king of Moab, sent me the message, This people that came here from Egypt now cover the face of the earth.
Please come and lay a curse on them for us. We may then be able to give them battle and drive them out. But God said to Balaam, Do not go with them, and do not curse this people, for they are blessed. The next morning Balaam arose and told the princes of Balak, Go back to your own country, for the Lord has refused to let me go with you. So the princes of Moab went back to Balak with the report, Balaam refused to come with us. Balak again sent princes who were more numerous and more distinguished than the others. On coming to Balaam, they told him, This is what Balak son of Zippor has to say. Please do not refuse to come to me. I will reward you very handsomely, and will do anything you ask of me. Please come and lay a curse on this people for me. But Balaam replied to Balak's officials, Even if Balak gave me his house full of silver and gold, I could not do anything small or great, contrary to the command of the Lord my God. But you too shall stay here overnight, till I learn what else the Lord may tell me. That night God came to Balaam and said to him, If these men have come to summon you, you may go with them, yet only on the condition that you do exactly as I tell you. So the next morning, when Balaam arose, he saddled his ass and went off with the princes of Moab. But now the anger of God flared up at him for going, and the angel of the Lord stationed himself on the road to hinder him as he was riding along on his ass, accompanied by 2 of his servants. When the ass saw the angel of the Lord standing on the road with sword drawn, she turned off the road and went into the field, and Balaam had to beat her to bring her back on the road. Then the angel of the Lord took his stand in a narrow lane between vineyards, with a stone wall on each side. When the ass saw the angel of the Lord there, she shrank against the wall, and since she squeezed Balaam's leg against it, he beat her again. The angel of the Lord then went ahead, and stopped next in a passage so narrow that there was no room to move either to the right or to the left. When the ass saw the angel of the Lord there, she cowered under Balaam. So in anger he beat the ass with his stick. But now the Lord opened the mouth of the ass, and she asked Balaam, What have I done to you that you should beat me these 3 times? You have acted so willfully against me, said Balaam to the ass, that if I but had a sword at hand, I would kill you here and now. But the ass said to Balaam, Am I not your own beast, and have you not always ridden upon me until now? Have I been in the habit of treating you this way before? No, replied Balaam. Then the Lord removed the veil from Balaam's eyes, so that he too saw the angel of the Lord standing on the road with sword drawn, and he fell on his knees and bowed to the ground. But the angel of the Lord said to him, Why have you beaten your ass these 3 times? It is I who have come armed to hinder you, because this rash journey of yours is directly opposed to me. When the ass saw me, she turned away from me these 3 times. If she had not turned away from me, I would have killed you. Her I would have spared. Then Balaam said to the angel of the Lord, I have sinned, yet I did not know that you stood against me to oppose my journey. Since it has displeased you, I will go back home. But the angel of the Lord said to Balaam, Go with the men, but you may say only what I tell you. So Balaam went on with the princes of Balak. When Balak heard that Balaam was coming, he went out to meet him at the boundary city Moab, on the Arnon, at the end of the Moabite territory. And he said to Balaam, I sent an urgent summons to you. Why did you not come to me? Did you think I could not reward you? Balaam answered him, Well, I have come to you after all, but what power have I to say anything? I can speak only what God puts in my mouth. Then Balaam went with Balak, and they came to Kiriath Huzoth. Here Balak slaughtered oxen and sheep, and sent portions to Balaam and to the princes who were with him. The next morning Balak took Balaam up on Bamoth Baal, and from there he saw some of the clans.